ഹായ് ഹലോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 10th മെയിൻസ് 2026 കേരള PSC നടത്തുന്ന 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ VFA ഉണ്ട്, കമ്പനി ബോർഡ് LGS ഉണ്ട്, വെബ്കോ LD ഉണ്ട്. ഈ പറഞ്ഞ എക്സാമിനെല്ലാം വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള മാത്സിന് 20 മാർക്ക് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് 20 മാർക്ക് എന്ന് പറയുമ്പോൾ 100ൻ്റെ ഒരു 20% എന്താണ് മാത്സ് ആണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് മാത്സ്. മാത്സിൽ തന്നെ കുറേ സബ് ടോപ്പിക്സ് ഉണ്ട്. നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ എങ്ങനെ പഠിക്കാം, ഒരു 4 വീക്ക് സ്റ്റഡി പ്ലാൻ ഫോർ VFA അല്ലെങ്കിൽ 10th മെയിൻസ് എക്സാമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, 4 വീക്ക് സ്റ്റഡി പ്ലാൻ ആണ് ഇത് തന്നിട്ടുണ്ട്. 4 വീക്ക് സ്റ്റഡി പ്ലാൻ എങ്ങനെ നമുക്ക് 4 ആഴ്ച കൊണ്ട് നമ്മുടെ മാർക്കിലൊരു പ്രോഗ്രസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്കൊരു 20 ഔട്ട് ഓഫ് 20 എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ സിലബസ് ആദ്യം ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സിലബസ് വരുന്നത്? ആദ്യം സിമ്പിൾ അരിത്തമെറ്റിക് എന്നും മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞ 2 ടോപ്പിക്സ് ആയിട്ട് നമുക്ക് മാത്സിനെ മാറ്റാം. ഒന്ന് മെൻ്റൽ എബിലിറ്റി വരുന്നത്, ഒന്ന് നമ്മുടെ അരിത്തമെറ്റിക് വരുന്നത്, സിമ്പിൾ അരിത്തമെറ്റിക്. ഓക്കെ, ആദ്യത്തെ ഇതാണ് സിമ്പിൾ അരിത്തമെറ്റിക്കിൽ വരുന്ന കുറച്ച് ഏരിയാസ് ആണ് ഇതൊക്കെ. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്, അതായത് ഭിന്നസംഖ്യകളുടെ ക്വസ്റ്റ്യൻ. അതുപോലെ ഡെസിമൽ എന്ന് പറയുമ്പോൾ ദശാംശ സംഖ്യകൾ, പെർസെൻറ്റേജ് വരുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, പിന്നെ സ്ക്വയർ റൂട്ട്സ് ആൻഡ് സ്ക്വയേഴ്സ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ എക്സാമിനും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്താണ്, ഇതിൽ ഒരു ടോപ്പിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ ടോപ്പിക്കും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എല്ലാ ടോപ്പിക്കും പഠിക്കണം. മെയിനായിട്ടും ഈ 20 മാർക്കിനുള്ള ക്വസ്റ്റ്യനിൽ എന്തായാലും ഈ ടോപ്പിക്കുകൾ വരും. ഈ ടോപ്പിക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്തായാലും വരും. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വെച്ച് വരാം. അതുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചെന്ന് വെച്ചിട്ട് നമുക്ക് മാർക്സിന് നഷ്ടം വരുന്നില്ല. പഠിച്ചേ പറ്റൂ, എന്തായാലും പഠിക്കണം. ഇനി സെക്കൻഡ് വരുന്നത് ഏതാണ്? മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ആണ്. റീസണിങ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. റീസണിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു ക്ലാസ് ഫോളോ ചെയ്ത് നമുക്ക് അത് തന്നെ സ്ട്രിക്റ്റ്ലി നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ല. ഒരു ക്ലാസ് നമ്മൾ കാണുമ്പോൾ അത് തന്നെ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായ സ്റ്റൈൽ കൊണ്ടുവരാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ നമുക്കൊരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം ഇപ്പോൾ നമുക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അത് മാത്രമാണ് മെൻ്റൽ എബിലിറ്റിയിൽ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? നമ്പർ ആൻഡ് ആൽഫബറ്റിക് സീരീസ്. അപ്പോൾ നമ്പറിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം, അതിൻ്റെ സീരീസ് അറിഞ്ഞിരിക്കണം. പിന്നെ ആൽഫബറ്റിക് സീരീസ്, ഇപ്പോൾ ഇങ്ങനെ ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട്, AB, CD, അടുത്തത് EF, അങ്ങനെ തന്നിട്ട് നെക്സ്റ്റ് ടേം ഏതെന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. പിന്നെ അനലോഗി ആൻഡ് ക്ലാസിഫിക്കേഷൻ, അതായത് റിലേഷൻ വരുന്നതാണ് അനലോഗി. പിന്നെ ക്ലാസിഫിക്കേഷൻ, ഓഡ് വൺ ഔട്ടൊക്കെ ചോദിക്കുന്നത്. മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് നമുക്ക് തന്നിരിക്കും പ്ലസ് മൈനസ് ആണ്, മൈനസ് പ്ലസ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്നത് എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ശരി, ഓപ്ഷനിൽ ഏത് കൊടുത്താൽ ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ, സൈൻ വെച്ച് ചെയ്യാനുള്ളതാണ്, ചിഹ്നങ്ങൾ വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. അടുത്തത് ഏജ് റിലേറ്റഡ് പ്രോബ്ലം, പ്രായമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അമ്മുവിൻ്റെ പ്രായം 15 ആണെങ്കിൽ അമ്മുവിൻ്റെ അമ്മയുടെ പ്രായം അതിൻ്റെ ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും 2 വർഷം കഴിഞ്ഞുള്ള പ്രായം എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ്, അതാണ് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ്. ഡയറക്ഷൻസ് ആൻഡ് ഡിസ്റ്റൻസ്. ബ്ലഡ് റിലേഷനിൽ വരുന്ന എന്താണ്, രക്തബന്ധം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. രമയുടെ അച്ഛൻ്റെ മകനാണ് സതീഷെങ്കിൽ രമയ്ക്കും സതീഷും തമ്മിലുള്ള ബന്ധം എന്ത് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ലേ. അപ്പോൾ അതാണ് ബ്ലഡ് റിലേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വേണ്ട, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. 20ന് 20 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ ഒരു ചലഞ്ച് വരുന്നത്, നമ്മുടെ ഈ മാത്സിൽ വരുന്ന ഒരു ചലഞ്ച്, പഠിച്ചു കഴിഞ്ഞാൽ വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എക്സാം ഹാളിൽ കയറിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യനെക്കാളിലും ഒരു ട്രിക്കി ആയിട്ടൊരു ക്വസ്റ്റ്യൻ, എക്സ്ട്രാ ഒരു പ്ലസ് ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ടെൻസ്ഡ് ആവും. ചിലപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനും തെറ്റിപ്പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ടെൻസ്ഡായി നമ്മുടെ സമയം കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് അത് മാത്രമാണ് ഇതിലുള്ളൊരു പ്രശ്നം. അതെന്ത് ചെയ്യുക, അതിനുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ കുഴപ്പമില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. ആ സമയം നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ കളഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ആ ഒരു മാർക്കിൻ്റെതേ പോകുന്നുള്ളൂ. നമ്മൾ ടെൻസ്ഡായി ഇരുന്നാൽ നമ്മുടെ ബാക്കി ഉള്ള ക്വസ്റ്റ്യൻ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ അവിടെ കളഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കിന് വേണ്ടി നമുക്ക് പോവാം.
ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവും തോറും നമുക്ക് കോൺഫിഡൻസ് കൂടും. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാനുള്ള ധൈര്യം കൂടെ വേണം. ഇനി പറയുന്നത് നമ്മുടെ 4 വീക്ക് സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനാണ്. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുക, PYQ വർക്കൗട്ട് ചെയ്തതുകൊണ്ട് മാത്രം ഒരു ബിഗിനറായിട്ടുള്ളൊരു PSCയിൽ മാത്സ് ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിക്കും കൂടെ കവർ ചെയ്ത് പോയി അതിൻ്റെ കൂടെ PYQ വർക്കൗട്ട് ചെയ്യുക. ഇതിന് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടോപ്പിക്ക് മാത്രം പഠിച്ചു പോകുമ്പോൾ ടോപ്പിക്ക് മാത്രമാണ് ഒരാൾ പഠിക്കുന്നത്. അപ്പോൾ ടോപ്പിക്ക് തീരുന്ന അനുസരിച്ച് ഇപ്പോൾ ടോപ്പിക്ക് 2 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ 20-ൽ 2 മാർക്ക് അയാൾക്ക് കിട്ടുന്നുള്ളൂ. അയാൾ പഠിച്ചൊരു എക്സാം എഴുതുമ്പോഴത്തേന് 2 മാർക്ക് അയാൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഓരോ ടോപ്പിക്കുകളും പഠിക്കുക. അപ്പോൾ ടോപ്പിക്ക് പഠിക്കുന്ന അനുസരിച്ച് ഈ 2 എന്നുള്ളത് എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. പ്ലസ് ആയിട്ട് മാർക്ക് കയറി വരുന്നു. അപ്പോൾ ടോപ്പിക്ക് വരുമ്പോഴത്തേനും ടോപ്പിക്ക് പഠിക്കുമ്പോൾ മാർക്ക് കയറും. ഇനിയെന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ PYQ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്, ഓരോ ടോപ്പിക്ക് പഠിക്കുകയാണ്. അതിൽ തന്നെ ഓരോ ടൈപ്പുകളുണ്ട്. ഓരോ ടൈപ്പായിട്ടാണ് എന്ത് വരുന്നത്, ടോപ്പിക്ക് വരുന്നത്. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. സിമ്പിൾ നമ്മൾ തുടങ്ങി, പിന്നെ അതിൻ്റെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ടൈപ്പ് ചെയ്യുന്നവർ, ഇപ്പോൾ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താണ് പോകുന്നത്. ഓരോ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇതിലേത് ടൈപ്പാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹയർ ലെവൽ ഏതാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം, ഈ ടോപ്പിക്കിൽ ഈ ഏരിയയിൽ നിന്നാണ്, ഇപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ടൈപ്പ് 3 എന്നാണ് ക്വസ്റ്റ്യൻസ് മാക്സിമം വരുന്നത്. ഇപ്പോൾ സമ്മ് കണ്ടുപിടിക്കുക, ടൈപ്പ് 3 എന്ന് പറയുന്നത് സമ്മിൻ്റെതാണെന്ന് വെച്ചോ. സമ്മിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 2 എന്നുള്ളത് മാർക്ക് കയറി വരും. ആ ഒരു ടോപ്പിക്കിൽ മാത്രമായിട്ട് നമ്മുടെ മാർക്ക് ഒതുങ്ങി നിൽക്കാതെ പുതിയ ടോപ്പിക്ക് പഠിക്കുന്തോറും നമ്മുടെ മാർക്ക് കയറും. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ PYQൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, PYQ നമ്മൾ ചെയ്യുന്തോറും നമുക്ക് മനസ്സിലാവും, നമ്മുടെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ്, ക്വസ്റ്റ്യൻ ഏത് രീതിക്ക് വരാം, PSC എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ 2 കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്, എന്താ, നമ്മുടെ PYQ പ്ലസ് ടോപ്പിക് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മാത്സ് പഠിച്ചു പോകാൻ. PYQ പ്ലസ് ടോപ്പിക്, അതാണ് നമ്മുടെ എയിം. അടുത്തത് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ 4 വീക്ക് സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിൽ ഡേ 1 ഉം 2 നമ്മൾ എന്ത് ചെയ്യാം, നമ്പേഴ്സ്, ഡിവിസിബിലിറ്റി റൂൾസ്, LCM, HCF ഒക്കെ ചെയ്യാം. നമ്പേഴ്സ്, സംഖ്യകളെ കുറിച്ച് പഠിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കുന്നത് കാണുമ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്താണ്, ഇതിലേതാണ് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ. അപ്പോൾ അഖണ്ഡ സംഖ്യ അറിഞ്ഞൂടാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്പേഴ്സിനെ പറ്റി പഠിക്കുക. നമ്പേഴ്സിന് പല ടൈപ്പുണ്ട്. അഭാജ്യ സംഖ്യകളുണ്ട്, അഖണ്ഡ സംഖ്യയുണ്ട്, പിന്നെ നമുക്കറിയാവുന്ന എണ്ണൽ സംഖ്യ, പിന്നെ ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ, അങ്ങനെ ഒത്തിരി നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്പേഴ്സ്, അതേതാണെന്നുള്ളത്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അങ്ങനെ ചെറിയ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഡിവിസിബിലിറ്റി റൂൾസ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കുള്ളൊരു പ്ലസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് ക്യാൻസൽ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണോ, 9 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണോ, 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണോ, 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഈ ഓരോ ക്വസ്റ്റ്യനിൽ മാത്രമല്ല ക്വസ്റ്റ്യൻ വരുന്നതുമുണ്ട്. ഇപ്പോൾ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ് 12, 15, P. അങ്ങനെയാണെങ്കിൽ Pയുടെ സ്ഥാനത്ത് വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ച് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നില്ലേ. അപ്പോൾ 3 കൊണ്ട് ഭാഗിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ കൂട്ടുമ്പോൾ അത് 3ൻ്റെ ഗുണിതമായിരിക്കും എന്നുള്ളതാണ് ഡിവിസിബിലിറ്റി റൂളിൽ നമ്മൾ പഠിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് കൂട്ടിയൊക്കെ 2 1 കൂട്ടിയാൽ 3 കിട്ടും, 5 1 കൂട്ടിയാൽ 6 കിട്ടും, 6 3 9ആണ്. അപ്പോൾ 9ൻ്റെ കൂടെ ഇനി എന്ത് കൂട്ടണ്ട, ഒരു സംഖ്യയും കൂട്ടണ്ട. എന്ന് പറഞ്ഞാൽ Pയുടെ വാല്യൂ എന്തായാൽ മതി, 0 ആയാൽ മതി. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. Pയുടെ വാല്യൂ എന്തായാൽ മതി, 0 ആയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യനും വരും. പിന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആകും. ഓക്കെ, അടുത്തത് ഡേ 3 ഡേ 4 നമ്മൾ ചെയ്യേണ്ടത് ഫ്രാക്ഷൻസ് പഠിക്കുക. നമ്പേഴ്സ് നമുക്ക് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഫ്രാക്ഷൻസിലേക്ക് പോകാം. ഫ്രാക്ഷൻസിൽ നമ്മൾ എന്താണ്, ബേസിക് കാൽക്കുലേഷൻ ഓപ്പറേഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. കൂട്ടാൻ, കുറയ്ക്കാൻ, ഡിവൈഡ് ചെയ്യാൻ, ഇൻറ്റു ചെയ്യാനൊക്കെ പഠിക്കുക.
പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് വരുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഡെസിമലും ഇതുപോലെയാണ്, ഫ്രാക്ഷൻ പോലെ കൂട്ടാൻ, കുറയ്ക്കാൻ, ഇൻറ്റു ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരും. പിന്നെ സിംപ്ലിഫിക്കേഷൻ, ബോർഡ് മാസ് വെച്ചിട്ട് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡേ 1 to ഡേ 4 ആയപ്പോഴത്തേനും നമുക്കൊരു 4 മാർക്കിൻ്റെ ടോപ്പിക്സ് ആയി. ഓക്കെ, അടുത്തത് ഡേ 5. ഡേ 5 സ്ക്വയേഴ്സ്, സ്ക്വയർ റൂട്ട്സ്, ക്യൂബ്സ് ആൻഡ് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇത് ഒറ്റ ദിവസം കൊണ്ട് അത് പഠിക്കണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 1 to 4 വരെയുള്ള ആ ഡേയ്സിൽ, അല്ലെങ്കിൽ 1 to 5 ഡേയ്സ് 1 to 5 ആക്കും. 1 2 3 4 5. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിലൊരു ആദ്യത്തെ ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ എടുക്കുക. ആദ്യത്തെ ഒരു 3 ദിവസം ഈ പറഞ്ഞ ഈ ടോപ്പിക്സ് എന്ന് വെച്ചാൽ ഡേ 1 to ഡേ 4 വരെ ഉള്ളതിൽ ഉള്ള ടോപ്പിക്കിൻ്റെ കൂടെ തന്നെ എന്ത് പഠിക്കുക, സ്ക്വയറും കൂടെ പഠിക്കുക. ഓക്കെ, ഒരു ദിവസം സ്ക്വയറും പിന്നെ ക്യൂബൊക്കെ പഠിക്കുമ്പോഴത്തേനും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ക്വയർ പഠിക്കുക. എത്ര വരെയുള്ള സ്ക്വയർ പഠിക്കണമെന്ന് വെച്ചാൽ സ്ക്വയേഴ്സ് 30 വരെയുള്ള സ്ക്വയേഴ്സ് എന്തായാലും പഠിക്കണം. 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കണം. ഓക്കെ, അതുപോലെ ക്യൂബ് ഒരു 10 വരെയുള്ള ക്യൂബ് പഠിച്ചിരുന്നാലും മതി. ക്യൂബ് 10 വരെയുള്ളത് മതി. അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അനലോഗി വരുമ്പോൾ, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട്, പിന്നെ നമുക്ക് ഒരു സീരീസിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് സ്ക്വയർ ആണ് ഈ പറഞ്ഞ സീരീസ്, അല്ലാന്നുണ്ടെങ്കിൽ ക്യൂബിൻ്റെ സീരീസാണ്, ക്യൂബിൽ നിന്ന് കുറച്ചിട്ടുള്ള നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്പർ കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള നമ്പറായിട്ട് തോന്നും. അതാണ് സ്ക്വയർ ക്യൂബൊക്കെ പഠിക്കുന്നതിൻ്റെ ഉപയോഗം. സ്ക്വയർ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്ക്വയർ റൂട്ട് ആവും, ക്യൂബ് പഠിക്കുമ്പോൾ ക്യൂബിക് റൂട്ട് ആവും. ഓക്കെ, അടുത്തത് ഡേ 6 പ്രാക്ടീസ് നമ്പർ ആൻഡ് ആൽഫബറ്റ് സീരീസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ് ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യുക, അടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഏതാണോ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യുക, നമ്പർ ആൻഡ് ആൽഫബറ്റ് സീരീസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡേ 6 വരെയായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മെയിൻ ബേസ് സാധനങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇപ്പോൾ ഡേ 7 ആകുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ റിവൈസ് ചെയ്യുക. ഈ പറഞ്ഞ സാധനങ്ങൾ റിവൈസ് ചെയ്ത് ഫിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂട്ടത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി. ഡേ 1 നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മാർക്ക് കുറവായിരുന്നു വെക്കാം. അപ്പോൾ കുറവാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ വെച്ചിരിക്കുക. നമുക്ക് ഇനി യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ ഡേ 7 ആകുമ്പോൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് ഒന്നുകൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് അന്ന് കിട്ടാത്ത പല മാർക്കും ചിലപ്പോൾ ഡേ 7 ആകുമ്പോൾ കിട്ടും. ഒരു എങ്ങനെ പോയാലും ഒരു 2-3 മാർക്ക് എന്തായാലും കയറും. അപ്പോൾ ആ ഓരോ മാർക്കിനും നമുക്ക് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഡേ 7 വരെ ആയപ്പോഴത്തേനും നല്ലൊരു ബേസ് നമ്മൾ ഫോം ചെയ്തു. ഇനി വീക്ക് 2 പോവുകയാണ്. വീക്ക് 2 നമ്മളിതിൻ്റെ കോർ ഏരിയയിലോട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്ക് എടുത്ത് പഠിക്കുക. ഡേ 8, 9 2 ദിവസം എടുത്ത് ഒരു വലിയ ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണ്. പെർസെൻറ്റേജും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. അതെന്ത് ചെയ്യാം, അത് നല്ല തറവായിട്ട് പഠിക്കാം. അപ്പോൾ ആ 2 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വലിയ ടോപ്പിക്കാണിത്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. നമ്മൾ ഓരോ ടൈപ്പ് ചെറുതിൽ നിന്ന് തുടങ്ങി ഓരോ ടൈപ്പ് വെച്ച് പഠിക്കാം. പിന്നെ അടുത്ത് ഡേ 10, ഡേ 11 2 ദിവസം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട് കാൽക്കുലേഷനൊക്കെ പഠിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഒരു ഡിസ്കൗണ്ട് കാൽക്കുലേഷനൊക്കെ, അതും പഠിക്കാം. ഇപ്പോൾ 2 ദിവസം എടുത്ത് അത് പഠിച്ചു. ഡേ 12 ആകുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിൻ്റെ ബേസിക് ഫോർമുല വെച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ല ആപ്ലിക്കേഷൻ, നമ്മൾ അല്ലാത്ത മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് അത് പഠിക്കുക. ഒരു ദിവസം എടുത്താണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ഡേ 3 എന്ത് ചെയ്യുക, അനലോഗി ആൻഡ് മാത്തമെറ്റിക്കൽ സയൻസ്, അത് ഡേ 3 ചെയ്യുക. അനലോഗി എന്ന് പറഞ്ഞാൽ സമാന ബന്ധം വെച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മാത്തമെറ്റിക്കൽ സൈൻ വരുന്ന ക്വസ്റ്റ്യൻസ് അറിയാമല്ലോ, ബോർഡ് മാസ് ഒക്കെ വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, സൈൻ മാറ്റി ചെയ്യാനുള്ളത്, അതൊക്കെ പഠിക്കാം. അടുത്തത് ഡേ 14 ഈ പറഞ്ഞ സാധനം, ഇപ്പം നമുക്ക് ഈ പറഞ്ഞ 8 ടോപ്പിക്കൊക്കെ വരും. 7 ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. ഇതെന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അന്നേരം വർക്കൗട്ട് ചെയ്യുമ്പോൾ ടൈം വെച്ചിട്ടായിരിക്കണം വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടൈം വെച്ചിട്ട് ചിലപ്പോൾ പറഞ്ഞ ടൈമിനകത്ത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലതിൻ്റെയൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതൊക്കെ മെയിൻ ഏരിയാസാണ്. ചിലപ്പോൾ നമ്മൾ പഠിച്ചെങ്കിൽ ആ ടോപ്പിക്ക് നമ്മൾ പഠിച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്നുണ്ടാവില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് വീണ്ടും പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ വീക്ക് 2 ആയി. നമുക്ക് മാർക്ക് ഉറപ്പായിട്ടും ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാവുന്നത്, മാർക്കിൽ പ്രോഗ്രസ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഡേ 3 വീക്ക് 3 ആണ്. വീക്ക് 3
നമ്മൾ റീസണിങ്ങിലോട്ടൊക്കെ പോവുകയാണ്. റീസണിങ് ഒക്കെ നമ്മളവിടെ തുടങ്ങും. ബ്ലഡ് റിലേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡേ 15, ഡേ 16 ആവറേജും ഏജ് പ്രോബ്ലമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആവറേജ് ചെയ്യുക. ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ മിക്കവാറും എല്ലാത്തിലും വരുന്നുണ്ട്. ഏജ് പ്രോബ്ലവും വരുന്നുണ്ട്, അത് പഠിക്കുക. 17-ഉം 18-ഉം നമ്മൾ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യണം. അതിൽ തന്നെ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്പീഡിൽ വരുന്നതാണ് ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ. അതുപോലെ ആ സ്പീഡിൽ വരുന്ന വേറെ 2 ടോപ്പിക്സാണ്. ഒന്ന് ബോട്ട് ആൻഡ് സ്ട്രീം പഠിക്കുക. മെയിനായിട്ട് നല്ല രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ബോട്ട് ആൻഡ് സ്ട്രീം വരുന്ന കൂട്ടത്തിൽ തന്നെ ആ ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ തന്നെ വേറൊരു ഇതിൽ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിരുന്നത് എന്താണ്, എയർക്രാഫ്റ്റും വിൻഡും. ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ തന്നെ സെയിം തന്നെയാണ് എന്ത്, എയർക്രാഫ്റ്റും വിൻഡും. ഓക്കെ, അത് പഠിക്കുക. പിന്നെ ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്, അതും പഠിക്കാം. ടൈം ആൻഡ് വർക്കിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കാണ് എന്ത്, പൈപ്പിൻ്റെ ക്വസ്റ്റ്യനും ടൈം ആൻഡ് വർക്കിൽ വരുന്നതാണ്, അതൊരു ടോപ്പിക്കാണ്. ഓക്കെ, അടുത്തത് റിലേഷൻ വരുന്നതാണ് ഡേ 20-ൽ നമ്മൾ പഠിക്കുന്നത്. ബ്ലഡ് റിലേഷനും ഡയറക്ഷൻ സെൻസ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ കോർ ഏരിയാസ് എന്ന് പറഞ്ഞ ആ ടോപ്പിക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർന്നെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിറ്റേ ദിവസവും അത് വർക്കൗട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്നെടുത്ത് നോക്കുകയെങ്കിലും ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഡേ 21 നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു ബഫർ ഡേ എടുക്കാം. എന്ന് പറഞ്ഞാൽ നമുക്ക് തീരാത്ത കുറച്ച് ടോപ്പിക്കുകൾ കാണുമല്ലോ, അതായത് ടോപ്പിക്കായിട്ട് തീർക്കാതിരിക്കരുത്, ടൈപ്പുകൾ കാണും. അതെന്ത് ചെയ്യുക, ലാസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് പഠിക്കാം. എന്നിട്ട് ഡേ 21 ഈ പറഞ്ഞ സാധനങ്ങൾ റിവൈസ് ചെയ്യുക. വീക്ക് 3 റിവൈസ് ചെയ്യാം. പിന്നെ അതിൻ്റെ PYQ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ PYQ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, വീക്ക് 4 ആകുമ്പോൾ ചെയ്യാനുള്ളത് SCERT 8, 9, 10 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് എക്സസൈസ്. എന്താണ് നമ്മുടെ SCERT ഇപ്പോൾ ഒരു മെയിൻ ഏരിയ ആണ്. SCERTന്ന് ഡയറക്റ്റ് സെയിം ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ SCERT പ്രാക്ടീസ് ചെയ്യാം. SCERT പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നും നമ്മൾ പഠിച്ച PYQ ആയിട്ടൊക്കെ കണക്റ്റ് ആവും, നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, SCERT 8, 9, 10 എന്ത് ചെയ്യുക, നോക്കുക. എക്സസൈസുകൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഡേ 25, 26 ചെയ്യേണ്ടത് ടോപ്പിക് വൈസ് മിനി മോക്ക് ടെസ്റ്റ് ടാർഗറ്റിംഗ് സ്പീഡ് ആൻഡ് അക്യുറസി. എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച ആ ടോപ്പിക്കിൽ തന്നെ ചെറിയ മിനി ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അതെന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ടോപ്പിക്ക് നമ്മൾ പഠിച്ച് കഴിഞ്ഞു, ഇപ്പോൾ ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞു, അതെല്ലാം എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് എടുത്ത് VFA, LGS, LDC ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം ചെയ്യാൻ പറ്റും, ഇപ്പോൾ 5 to 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ഇല്ല ക്വസ്റ്റ്യൻസ്. പിന്നെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ പെർസെൻറ്റേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഉടനെ എന്ത് ചെയ്യുക, പെർസെൻറ്റേജിൻ്റെ ഏരിയയിലോട്ട് പോകണം. പെർസെൻറ്റേജ് പോയിട്ട് ആ ടോപ്പിക്ക് ഒന്നുകൂടെ പഠിക്കുക. മൊത്തത്തിൽ ഒന്നുകൂടെ പഠിക്കുക. ടോപ്പിക്ക് ഫുള്ളായിട്ട് ഒന്നുകൂടെ പഠിക്കുക. അതവിടെ ക്ലിയറായി, ഫിക്സായി. അടുത്ത ദിവസം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴായിരിക്കും ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ അതിൽ വരുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോയിട്ട് അത് രണ്ടും ഫുൾ അങ്ങ് പഠിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പഠിക്കുക. അങ്ങനെ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു, അത് സൈഡാക്കി വെക്കരുത്, വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. അടുത്തത് SCERT ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്യണം. ടിപ്സാണ് പറയുന്നത്. SCERT ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്യണം, അത് ചെയ്ത് പഠിക്കണം. പിന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് സ്ക്വയർ, ക്യൂബ് അത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെന്ന് വെച്ചിട്ട് നമുക്കത് മനസ്സിലിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ പഠിക്കുന്ന സ്റ്റഡി ടേബിളിന് ഫ്രണ്ടിൽ എഴുതി ഒട്ടിക്കുക. പക്ഷേ നമ്മൾ PYQ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് നോക്കരുത്, നമ്മൾ ഓർത്ത് തന്നെ എടുക്കാൻ നോക്കുക. ഓർത്തെടുക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും, നമ്മൾ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യുള്ളൂ, നമ്പേഴ്സൊക്കെ കണക്ട് ചെയ്ത് വയ്ക്കുള്ളൂ. അപ്പോൾ സ്ക്വയേഴ്സ് നമ്മൾ 10 വരെ ഉള്ളത് പഠിക്കാനാണ് പറഞ്ഞത്. 10 വരെയുള്ള പഠിച്ചു കഴിഞ്ഞാൽ 15 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കുക. ക്യൂബ്സ് അപ് ടു 15. ബേസിക് ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് കൺവേർഷൻസ് അതെല്ലാം പഠിക്കുക. ഇപ്പോൾ നമ്മൾ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോർട്ട് കട്ടുകൾ നമ്മൾ ചെയ്ത് വരുന്തോറും നമ്മൾ തന്നെ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കും, എങ്ങനെ സ്റ്റെപ്സ് അവോയ്ഡ് ചെയ്യാമെന്ന് പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഷോർട്ട് കട്ട് മെത്തേഡുകൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ നമുക്ക് വേറൊരാളെ ഫോളോ ചെയ്യാൻ എടുക്കത്തില്ല എന്നല്ല, നമ്മൾ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഷോർട്ട് കട്ട് മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എന്ത് ചെയ്യുക, ഒരു 30 to 45 മിനിറ്റ് ഡെയിലി ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോൾവിങ് അരിത്തമെറ്റിക് പ്രോബ്ലംസ് റാദർ ദാൻ റീഡിങ് കൺസെപ്റ്റ്സ് പാസീവ്ലി. ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞു, പെട്ടെന്ന് എടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി അങ്ങനെ ഇട്ട് പോവാതെ ഒരു സമയമെടുത്ത് ക്വസ്റ്റ്യൻ ടൈം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ PYQ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടൈം എടുത്തിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് പിന്നെ അത് സോൾവ് ചെയ്യാനും കൂടെ നമ്മൾ സമയം എടുക്കണം.
സോൾവ് ചെയ്യുകയും വേണം. അപ്പം തന്നെ നമ്മളത് സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് സോൾവ് ചെയ്തിരിക്കണം, സോൾവ് ചെയ്ത് പോവാം. അങ്ങനെ എല്ലാ ദിവസവും ഡെയിലി അത് പ്രാക്ടീസ് ചെയ്ത് പോവാം. മാത്സ് നമ്മൾ ഒരു ദിവസത്തിലെ ഒരു ടൈം നമ്മൾ മാത്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ VFA എക്സാമിനൊക്കെ വേണ്ടി 2026 മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ വീക്ക് സ്ട്രാറ്റജി പ്ലാൻ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രോഗ്രസ് അറിയിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.